സ്വാഗതം പറയാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഷാഫി സാർ എന്തൊക്കെ? സൗണ്ട് ക്ലിയർ അല്ലേ? ഷാഫി സാർ സൗണ്ട് ക്ലിയർ ആണോ? നിങ്ങളെ കേൾക്കുന്നില്ലല്ലോ. ഇങ്ങോട്ട് കേൾക്കുന്നില്ല. നിങ്ങളെ സൗണ്ട് കേൾക്കുന്നില്ല. ഞാൻ നിങ്ങളെ സൗണ്ടും കേൾക്കുന്നില്ല. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ആ സാറേ, എനിക്ക് നിങ്ങൾ രണ്ടാളും പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. സാറിന്റെ പ്രശ്നമായിരിക്കും എന്നാ തോന്നണത്. സാറിന്റെ ശബ്ദം വളരെ ചെറുതായിട്ടാണ് കേൾക്കണത്. അങ്ങോട്ട് മുദ്ര കേൾക്കുന്നില്ല, ഇങ്ങോട്ട് കേൾക്കുന്നില്ല. ഔട്ടായി നോക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്നില്ല. നോക്കിപ്പോ
എന്തെങ്കിലും സംസാരിക്കും. കേട്ടോ? അതാരാ? ഏ? അസ്സലാമു അലൈക്കും. ഉണ്ട്. അസ്സലാമു അലൈക്കും. ആ തുടങ്ങിയല്ലേ? ഷാഫി സാർ ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഞാൻ അവിടെ കേൾക്കുന്ന ബോക്സിന്റെ പ്രശ്നമായിരിക്കുന്നല്ലേ? മൊബൈൽ കേൾക്കുന്നത് ഓക്കെ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അവര് പറഞ്ഞ ഹലോ, കേൾക്കും. അവിടെ അവിടെ ഇപ്പൊ കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? ഹലോ, താജു സാർ കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. താജു സാർ കേൾക്കുന്നുണ്ടോ? ലിങ്ക് മാറ്റി നോക്കണം. ഇന്നത്തെ ലിങ്ക് തന്നെ ഉപയോഗിക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാമു അസ്സലാം. അലൈക്കും. കേൾക്കുന്നുണ്ടോ? സാറേ, ഷാഫി സാറിന്റെ ഡിവൈസിൽ കേൾക്കുന്നില്ല. ബാക്കി ഉള്ളവർക്കൊക്കെ കേൾക്കാം. എന്തോ ചെറിയ പ്രശ്നമാണ്, നോക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അയ്മൻ കേൾക്കുന്നുണ്ടോടെ? എനിക്ക് കേൾക്കാം സാറേ. ആ അസ്ഹര്. കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. നൗ ഇറ്റ് ഈസ് ഓക്കെ. തുടങ്ങാം. തുടങ്ങാം.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ ഷുഅറാഉൽ മുഅല്ലഖ പറഞ്ഞ പാടിയ 4 കവികളെ പറ്റിയിട്ടായിരുന്നു ഇന്നലെ നമ്മുടെ ക്ലാസ് ചർച്ച ചെയ്തത്. ഇന്ന് ജാഹിലിയ പീരീഡ് 1ാമത്തെ യൂണിറ്റിൽ തന്നെ അശ്ശുഅറാഉസ് സാലിഖ് എന്ന ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്. സുഹ്ലൂക്ക് എന്ന അറബി പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഴിക്കൊള്ളക്കാരായ കള്ളന്മാരെ സംബന്ധിച്ചാണ് അശ്ശുഅറാഉസ് സാലിഖ് എന്ന് പറയുക. സാലിഖ് എന്ന പദത്തിന്റെ മുഫ്രദ് സുഹ്ലൂക്ക് എന്നാണ്. സാലിഖ് 3 സാലിഖിന്റെ കവിതകളാണ് കാര്യമായിട്ട്. 3 സാലിഖാണ് നമ്മുടെ സിലബസിലുള്ളത്. ഒന്ന് തഅബ്ബത ഷർറൻ എന്ന കവിയാണ്. ഒന്ന് ഹെഡിങ് തഅബ്ബത ഷർറൻ എന്ന കവിയെ സംബന്ധിച്ചാണ്. അദ്ദേഹം മരിക്കുന്നത് ഏകദേശം ക്രിസ്തുവർഷം 530 മാത്ത സനത 530 മീലാദിയൻ. തഅബ്ബത ഷർറൻ എന്നുള്ളത് അവരുടെ ലഖബാണ്. ഈ കവിയുടെ ലഖബാണ് തഅബ്ബത ഷർറൻ. ഒരിക്കൽ ഈ കവിയുടെ ഉമ്മയോട് ചോദിക്കപ്പെട്ടു, എവിടെ സാബിത്ത് ബിൻ ജാബിർ എവിടെ പോയി എന്ന് ചോദിച്ചു. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, അവൻ ഒരു ഷെറിനെ കഴുത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് അവൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇബ്തിൽ ഒരു സംഗതി വെക്കുന്നതിനാണ് തഅബ്ബത എന്ന് പറയുക. അപ്പൊ ഷെറിനെ ഇബ്തിൽ ഇബ്ത് ത്വക്കിൽ വെച്ചുകൊണ്ട് അവൻ എങ്ങോട്ടോ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഷെർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കത്തി ത്വക്കിൽ വെച്ചുകൊണ്ട് ഈ കള്ളൻ എങ്ങോട്ടോ പോയതായിരുന്നു. അങ്ങനെയാണ് ഉമ്മയുടെ ഈ തഅബ്ബത ഷർറൻ എന്നുള്ള പദം പിന്നെ ഈ ജുംല ഇയാൾക്ക് പേരായിക്കൊണ്ട് ലഖബായിക്കൊണ്ട് മാറുകയാണ് ചെയ്തത്. തഅബ്ബത ഷർറൻ എന്ന കവിയുടെ ഫുൾ പേര് സാബിത്ത് ബിൻ ജാബിർ എന്നാണ്. സാബിത്ത് ബിൻ ജാബിർ അൽ ഫഹ്മി എന്നാണ്. സാബിത്ത് ബിൻ ജാബിർ എന്നാണ് ഫുൾ നാമം. ഫഹ്മ് കബില നോട്ട് ചെയ്യണം. ഫഹ്മ് കബീലയിലാണ്. ഫഹ്മ് എന്ന് പറഞ്ഞാൽ കൈസ് കബീലകളിൽപ്പെട്ട ഒരു കബീലയാണ് ഫഹ്മ്. ഈ കവി സാബിത്ത് ബിൻ ജാബിർ എന്ന ഈ കവി, അദ്ദേഹം ഒരു സാരിഖും ഒരു ലിസ്സൊക്കെ ആണെങ്കിലും അദ്ദേഹം ധർമ്മിഷ്ഠനായിരുന്നു. കാന കരീമൻ ജവാദൻ, ധർമ്മിഷ്ഠനായിരുന്നു. അദ്ദേഹത്തിന്റെ കവിതകൾ കൂടുതലും തന്റെ ആക്രമണങ്ങളെ വിശേഷിപ്പിച്ച കവിതകളായിരുന്നു. കാന അക്സറു ഷിരിഹി ഫി വസ്ഫി ഗോറാത്തിഹി, ആക്രമണങ്ങൾ വിശേഷിപ്പിച്ച കവിതകളായിരുന്നു കൂടുതലും. അടുത്തത് ഷൻഫരിയാണ്. ഷൻഫരി ഏകദേശം മീലാദിയൻ ക്രിസ്തുവർഷം 510 മരിക്കുന്നത് ഷൻഫരി. ഷൻഫരിയുടെ മുഴുവൻ നാമം സാബിത്ത് ബിൻ ഔസ് എന്നാണ്. സാബിത്ത് ബിൻ ഔസ് എന്നാണ്. ഷൻഫരിയെ പറ്റി നെറ്റ് എക്സാമിൽ ചോദിക്കപ്പെട്ട ചോദ്യം ലാമിയത്തുൽ അറബ്, ഒരുപാട് പ്രാവശ്യം ചോദിക്കപ്പെട്ട ചോദ്യമാണ്. ലാമിയത്തുൽ അറബ് രചിച്ച കവി ആരാണ്?
ലാമിയത്തുൽ അറബ് രചിച്ചത് ഷൻഫരിയാണ്. ലാമിയത്തുൽ അറബ് എന്ന് പറഞ്ഞാൽ ഒരു ഖസീദയാണ്. 68 ബൈത്ത് ഉൾക്കൊള്ളുന്ന ഒരു ഖസീദയുടെ പേരാണ് ലാമിയത്തുൽ അറബ്. ആ ഖസീദക്ക് ജമഖ്ശരിക്ക് ഷർഹുണ്ട്. ലാമിയത്തുൽ അറബ് എന്ന ഖസീദക്ക് ജമഖ്ശരിക്ക് കശാഫിന്റെ മുസന്നിഫ് ജമഖ്ശരിക്ക് ഷർഹുണ്ട്. ഷൻഫരിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ ഷൻഫരിയുടെ കബീലയുടെ പേര് അസദ് ഗോത്രമാണ്. തന്റെ കബീലയായ അസദ് ഗോത്രത്തിലെ പല ആളുകളോടും ഷൻഫരിക്ക് ശത്രുത ഉണ്ടായ കാരണം കൊണ്ടിട്ട് അസദ് ഗോത്രം ഒഴിവാക്കി ഫഹ്മു കബീലയ്ക്ക് പോവുകയും അങ്ങനെ ഫഹ്മു കബീലക്കാരെ കൂടിയിട്ട് തന്റെ സ്വന്തം ഗോത്രമായ അസദ് ഗോത്രത്തിനെതിരെ ശക്തമായ ആക്രമണം അയച്ചുവിട്ട കവിയാണ് ഷൻഫരി. ഷൻഫരിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സആലീക്കിൽപ്പെട്ട ആളാണ്. കൊള്ളക്കാരനായ കവിയാണ്. അടുത്തത് ഷുഅറാഉ സആലീക്കിൽ ഉർവത്ത് ഇബ്നുൽ വർദാണ് അടുത്തത്. ഉർവത്ത് ഇബ്നുൽ വർദ് ഇദ്ദേഹത്തിന്റെ ലഖബ് ഉർവത്തു സആലീക്ക് എന്ന ലഖബ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഉർവത്തു സആലീക്ക്. ഈ ലഖബ് ഇദ്ദേഹത്തിന് ഉണ്ടാവാനുള്ള കാരണം ഇദ്ദേഹം കള്ളന്മാരൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്ന് ശ്രമിക്കുകയും അങ്ങനെ കള്ളന്മാരുടെ നേതാവായിരുന്നു. അപ്പൊ കള്ളന്മാരുടെ ഉർവ എന്ന പേരിൽ ഉർവത്തു സആലീക്ക് എന്ന പേരിൽ അറിയപ്പെട്ട കവിയാണ്. ഇദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ തഅബ്ബത്ത് ഷറന്റെ പോലെ തന്നെ കള്ളനാണെങ്കിലും പാപപ്പെട്ട ആളുകളെ സഹായിക്കാനുള്ള മനസ്സുള്ള കവിയായിരുന്നു. ഒരുപാട് ആളുകളെ സഹായിക്കുമായിരുന്നു. തൻ്റെ സ്വന്തം നഫ്സിന് വേണ്ടിയിട്ടായിരുന്നില്ല കട്ടിരുന്നത്. പാവങ്ങളായ മദ്ലൂമീങ്ങളായ ആളുകൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാവാനും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഞാൻ ഹർബുൽ ബസൂസ്, ഹർബു ദാഹിസ് വൽ ഗുബ്ര ഈ രണ്ട് യുദ്ധങ്ങളെ പറ്റിയിട്ട് ഇന്നലെ കുറച്ച് സംസാരിച്ചിരുന്നു. അപ്പോ സആലീക്കിന്റെ ആ ഒരു ഭാഗം ഇവിടെ കഴിയുകയാണ്. അപ്പൊ ഇന്നലെ ഹർബുൽ ബസൂസിനെ പറ്റിയിട്ടും ഹർബു ദാഹിസ് ഗുബ്രനെ പറ്റിയിട്ടും ഒക്കെ ചെറിയ ഒരു ഐഡിയ പറയുകയാണ്. ഇന്ന് ഒന്ന് ശ്രദ്ധിക്കുക. ഹർബുൽ ബസൂസ്, ഒന്നാമത്തെ ഹെഡിങ് ഹർബുൽ ബസൂസ്. ഹർബുൽ ബസൂസ് 40 വർഷം നീണ്ടു നിന്ന ജാഹിലിയ കാലഘട്ടത്തിൽ നടന്ന യുദ്ധമാണ് ഹർബുൽ ബസൂസ്. തഗ്ലബ്, ബക്കർ ഈ രണ്ട് ഗോത്രങ്ങളുടെ ഇടയിലാണ് ഈ യുദ്ധം നടന്നത്. ഈ യുദ്ധം നടക്കാനുള്ള കാരണം ബസൂസ് എന്ന സ്ത്രീ, ആ സ്ത്രീയുടെ ഒട്ടകം, ബസൂസ് എന്ന സ്ത്രീ ബക്കർ ഗോത്രക്കാരിയാണ്. ഈ സ്ത്രീയുടെ ഒട്ടകം
കുലൈബ് ബിനു റബീഅ അച്ചഗ്ലബി, ചഗ്ലബ് ഗോത്രത്തിൽപ്പെട്ട കുലൈബ് ആ ഒട്ടകത്തെ കൊന്നു. അപ്പൊ ചഗ്ലബി ഗോത്രത്തിൽപ്പെട്ട കുലൈബ് കൊന്ന സമയത്ത് ജസ്സാസ്, ബക്കർ ഗോത്രത്തിൽപ്പെട്ട ജസ്സാസ് കുലൈബിനെ കൊന്നു. അപ്പോൾ മുഹൽഹൽ ബിൻ റബീഅ, ഇന്നലെ നമ്മൾ പറഞ്ഞ ഇമ്രുൽ കൈസിന്റെ അമ്മാവനായ മുഹൽഹൽ തന്റെ സഹോദരനായ കുലൈബിന്റെ പകക്ക് വേണ്ടിയിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. ആ യുദ്ധമാണ് ഹർബുൽ ബസൂസ്. അപ്പൊ കേവലം ഒരു ഒട്ടകം ആ ഒട്ടകം കൊല്ലപ്പെട്ടതിന്റെ പേരിലാണ് 40 വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ഹർബുൽ ബസൂസിനെ പറ്റിയിട്ട് ചെറിയൊരു ഐഡിയ കിട്ടി എന്ന് മനസ്സിലാക്കുന്നു. ഇനി രണ്ടാമത്തെ യുദ്ധം ഹർബു ദാഹിസ് വൽ ഖുബ്ര. ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ അൻതറയുടെ മുഅല്ലഖ ഒക്കെ രചിക്കപ്പെട്ടത്. ഈ യുദ്ധം നടന്നത് ഹർബു ദാഹിസ് വൽ ഖുബ്ര യുദ്ധം നടന്നത് നജ്ദിൽ വെച്ചാണ്. ഗത്ഫാൻ കബീലയിൽപ്പെട്ട ഷാഗ കബീലയായ അബസ് ദുബിയാൻ, ഈ രണ്ട് ഗോത്രങ്ങൾക്ക് ഇടയിൽ വെച്ചുകൊണ്ടാണ് ഈ ദാഹിസ് വൽ ഖുബ്ര എന്ന യുദ്ധം നടക്കുന്നത്. ഒരു ഒട്ടക മത്സരത്തിൽ ദുബിയാൻ ഗോത്രക്കാർ ഒട്ടക മത്സരം കൊണ്ട് കുതിരയുടെ ഓട്ട മത്സരത്തിൽ ദുബിയാൻ ഗോത്രക്കാർ വഞ്ചന നടത്തിയെന്ന് അബസ് ആരോപിച്ചു. ഇത് കാരണമായിട്ടാണ് ഈ രണ്ട് ഗോത്രക്കാർ തമ്മിൽ യുദ്ധം പുറപ്പെട്ടത്. ദാഹിസ് എന്നുള്ളത് അബസ് ഗോത്രക്കാരുടെ ഒട്ടകത്തിന്റെ പേരാണ്. ഖബ്ര എന്നുള്ളത് ദുബിയാൻ ഗോത്രക്കാരുടെ ഒട്ടകല്ല കുതിരയുടെ പേരാണ്. ദാഹിസ് എന്നുള്ളത് അബസ് ഗോത്രക്കാരുടെ കുതിരയുടെ പേരാണ്. ഖബ്ര എന്നുള്ളത് ദുബിയാൻ ഗോത്രക്കാരുടെ കുതിരയുടെ പേരാണ്. പിന്നെ ഹർബു ദാഹിസ് വൽ ഖുബ്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി, ഈ യുദ്ധത്തെ സംബന്ധിച്ചാണ് അൻതറ തന്റെ മുഅല്ലഖയിൽ സംസാരിച്ചത്. കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞു അബസ് ഗോത്രത്തിൽപ്പെട്ട ആളാണ് അൻതറ. അപ്പൊ സ്വാഭാവികമായിട്ട് അബസ് ദുബിയാൻ യുദ്ധത്തിൽ അബസ് ഗോത്രക്കാരുടെ കൂടെ നിൽക്കുകയും ദുബിയാൻ ഗോത്രക്കാർക്കെതിരെ യുദ്ധം ചെയ്ത ആളാണ് അൻതറ. ഇനി ഒന്നാമത്തെ യൂണിറ്റിൽ തന്നെ അഷ്വറാഉൽ മുഖദ്റമീങ്ങളായ കവികളെ പറ്റിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യമായിക്കൊണ്ട് തന്നെ ഹസ്സാൻ ബിൻ സാബിത്ത്. സൗണ്ട് ഒക്കെ ക്ലിയർ ആണോ? അവിടുന്ന് ഒരു ഒച്ചയും കേൾക്കുന്നില്ല. സൗണ്ട് ഇവിടെ ഓഫ് ആക്കിയിട്ടുകൊണ്ടാണ്. അല്ല, ക്ലിയർ ആണ്, ക്ലിയർ ഉണ്ട്. ഓക്കെ. നമ്മളെ തോഹ ഉറങ്ങുണ്ട അല്ലല്ലോ? സജീവാണ്. ആയിക്കോട്ടെ.
ഒന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് ഉലിദ ഫിൽ മദീന, മദീനയിലാണ് അവര് ജനിച്ചത്. ഖസ്റജി കബീലയിൽപ്പെട്ട ആളാണ്. ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട ആളാണ്. കുനിയത്ത് അബു വലീദ്, കുനിയത്ത് അബു വലീദാണ്. അബു വലീദ്. ഇസ്മു അബീഹി, ഉപ്പായുടെ പേര് സാബിത്ത് ബിനുൽ മുന്തിർ ആണ്. ഉമ്മായുടെ പേര് ഫരിഅ എന്നാണ്. റസൂലുള്ളാഹിന്റെ കുടുംബക്കാരനായ കവിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം റസൂലുള്ളാഹിന്റെ അമ്മാവന്മാരായ ബനു നജ്ജാർ കബീലയിൽപ്പെട്ട ആളാണ്. ബനു നജ്ജാർ കബീലയിൽപ്പെട്ട ആളാണ്. ബനു നജ്ജാർ. യുഅദ്ദു മിനൽ മുഅമ്മരീൻ, മുഅമ്മർ എന്ന് നമ്മൾ പറയാ ഏകദേശം 100 വയസ്സൊക്കെ ജീവിക്കുന്ന സമയത്താണ് ഒരുപാട് പ്രായം കൊടുക്കപ്പെട്ട ആള് എന്നുള്ള അർത്ഥത്തിലേക്ക് മുഅമ്മർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവര് മുഅമ്മരീങ്ങളിൽപ്പെട്ട ആളായിരുന്നു. കാരണം ഇസ്ലാമിൽ 60 വർഷവും ജാഹിലിയ കാലഘട്ടത്തിൽ 60 വർഷവും ജീവിച്ചു മൊത്തം 120 വയസ്സ് ജീവിച്ച കവിയാണ് ഇദ്ദേഹം. തന്റെ ഗോത്രമായ ഖസ്റജ് കബീലയുടെ ഷായിറായിരുന്നു. അപ്പോ നമുക്കറിയാം മദീനയിലെ ഔസ് ഖസ്റജ് ഈ രണ്ട് കബീലകൾക്കിടയിൽ പരസ്പരം യുദ്ധമുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോ ഖസ്റജ് കബീലക്ക് വേണ്ടി ഔസ് കബീലയുടെ മുമ്പിൽ കവിത പാടി പ്രതിരോധിച്ച ആളായിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം മനസ്സിലാക്കേണ്ടത് കാന ഷാഇറൽ ബലാത്ത്, കൊട്ടാര കവികളിൽപ്പെട്ട ആളാണ്. അതാണ് ഷാഇറുൽ ബലാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊട്ടാര കവികളിൽപ്പെട്ട ആളാണ് അദ്ദേഹം. ഹീറ കൊട്ടാരവുമായി കൊണ്ട് അദ്ദേഹം ബന്ധപ്പെട്ട് ഒരുപാട് കവിതകൾ രചിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എഴുതേണ്ടത് ഇത്തസ്വല ബി ബലാത്തുൽ ഹീറ, ഹീറ രാജാക്കന്മാരുമായി കൊണ്ട് അദ്ദേഹം ബന്ധപ്പെട്ടു. അതുപോലെ തന്നെ ഒസാസിന എന്ന് പറഞ്ഞാൽ നമ്മള് കയാസിറ എന്നൊക്കെ പറഞ്ഞതുപോലെ കിസ്റ, കൈസർ എന്നൊക്കെ പറഞ്ഞതുപോലെ രാജവംശാണ്. ഒസാസിന രാജാക്കന്മാരെയും അദ്ദേഹം മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹീറ രാജാക്കന്മാരെയും അദ്ദേഹം മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിന്റെ ലഖബ് ഷാഇറുർ റസൂൽ എന്ന പേരിൽ അറിയപ്പെട്ടു. റസൂലുള്ളാഹി അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ് എന്ന് പറഞ്ഞ് ഇവർക്ക് വേണ്ടിയിട്ട് റൂഹുൽ ഖുദുസ് കൊണ്ട് ഇവരെ ശക്തിപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് വന്ന 2 ബൈത്തുകളാണ്. ഒന്ന് ഹജൗത മുഹമ്മദൻ
ഫഅജബ്തു അൻഹു വഇൻദല്ലാഹി ഫീ ദാക്കൽ ജസാഉ. നിങ്ങൾ മുഹമ്മദ് നബിയെ ആക്ഷേപിച്ചു, ഞാൻ അതിന് മറുപടി കൊടുത്തു, അള്ളാഹിന്റെ അടുക്കൽ എനിക്ക് അതിന് കൂലിയുണ്ട്. ഈ ബൈത്തിന്റെ തുടക്കം ഒന്ന് ശ്രദ്ധിക്കുക. ഹജൗച്ച മുഹമ്മദൻ ഫഅജബ്തു അൻഹു വഇൻദല്ലാഹി ഫീ ദാക്കൽ ജസാഉ. മറ്റൊരു ബൈത്ത് പരീക്ഷയ്ക്ക് വന്നത് ലിസാനി സ്വാരിമുൻ ലാ ഐബ ഫീഹി വബഹ്രി ലാ തുകദ്ദിരുഹു അദ്ദിലാഉ എന്നാണ്. എന്റെ നാവ്, ബൈത്തിന് തുടക്കം ലിസാനി സ്വാരിമുൻ ലാ ഐബ ഫീഹി വബഹ്രി ലാ തുകദ്ദിറുഹു അദ്ദിലാഉ. എന്റെ നാവിന് നല്ല മൂർച്ചയുണ്ട്, എന്റെ സമുദ്രത്തെ ബക്കറ്റുകൾ എന്റെ സമുദ്രത്തിന് കളങ്കമുണ്ടാക്കുകയില്ല. ഇനി രണ്ടാമത്തത് ഷുഅറാഉൽ മുഖദ്റമീങ്ങളിൽ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു. ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട ഷാഇറുൽ ഹിക്മ സുഹൈർ ബിൻ അബി സുൽമ, അവരുടെ മകനാണ് കഅബ് റളിയല്ലാഹു അൻഹു. കഅബ് ബിൻ സുഹൈർ ആദ്യം കാഫിറായിരുന്നു. തന്റെ സഹോദരനായ ബുജൈർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ തന്റെ സഹോദരൻ ഇസ്ലാം സ്വീകരിച്ചതിൽ ക്ഷുഭിതനായി റസൂലുള്ളാഹിയെ വിമർശിച്ച് കവിത എഴുതി. അങ്ങനെ കവിത എഴുതിയ സമയത്ത് വളരെയധികം പ്രകോപനം ഉണ്ടാക്കുന്ന കവിതയായിരുന്നു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കഅബ് ബിൻ സുഹൈറിനെ കൊല്ലാൻ വേണ്ടി കൊണ്ട് ആജ്ഞാപിക്കുകയും കൊണ്ടുവരാൻ വേണ്ടി കൊണ്ട് പറയുകയും ചെയ്തു. ആ സമയത്ത് റസൂലുള്ളാഹിയെ മാപ്പ് ചോദിച്ചുകൊണ്ട് അവർ രചിച്ച ഖസീദയാണ് ബാനസ്സുആജ് എന്ന ഖസീദ. ആ ഖസീദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പാടിയ സമയത്ത് റസൂലുള്ളാഹി ഒരു പുതപ്പിട്ട് അവരുടെ മേലെ ഇട്ടുകൊടുത്തു. അങ്ങനെ ബാനസ്വാദ് ഖസീദക്ക് ഖസീദത്തുൽ ബുർദ എന്ന പേരുണ്ട്. ബാനസ്വാദ് ചെറിയ ഖസീദയാണ്, 58 വരികളിൽ നിന്നുള്ള ചെറിയ ഖസീദയാണത്. ബസീത്താണ് അതിന്റെ ബഹർ. ബാനസ്വാദിന്റെ ബഹർ ബസീത്താണ്, 58 ബൈത്ത്. ബാനസ്വാദിന് തുടക്കം ബാനസ്വാജു ഫഖൽബിൽ യൗമ മസ്ബൂലുൻ മുചയ്യമുൻ ഇസ്റഹാ ലം യുഫ്ജ മഖ്ബൂലു. ഗസൽ കൊണ്ടാണ് തുടങ്ങിയത്. പിന്നെ ഇന്നർ റസൂല ലനൂറുൻ യുസ്തളാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്റൂൻ. ഈ വരി പാടിയത് ആരാണ്? എന്ന ചോദ്യം വരാറുണ്ട്. പിന്നെ മുഖദ്റമീങ്ങളിൽ മൂന്നാമതായി ഖൻസ ആണ്. അവരുടെ ഖൻസ സ്വഹാബിയത്താണ്. അവരുടെ മുഴുവൻ പേര് തമാദുർ ബിൻത് അംർ. തമാദുർ ബിൻത് അംർ എന്നാണ് ശരിക്കുള്ള പേര്, പൂർണ്ണമായ നാമം. ഖൻസ എന്നുള്ളത് മൂക്കിന് ഭംഗിയുള്ള വനിത എന്നുള്ള അർത്ഥമാണ് ഖൻസ എന്നുള്ള ലഫ്ദിന്റെ അർത്ഥം. ഇവരുടെ കബീലയുടെ പേര് ബനു സലീം കബീലയാണ്. ബനു സലീം കബീലയാണ്. കബീലന്റെ പേര് മറക്കരുത്.
ചെറുപ്പത്തിൽ തന്നെ മരിച്ച ഒരു യോദ്ധാവായ സഹോദരൻ ഉണ്ടായിരുന്നു ഖൻസായിന്. ആ സഹോദരന്റെ പേര് സഹ്ർ എന്നാണ്. സഹ്ർ ചെറിയ യോദ്ധാവാണെങ്കിൽ പോലും ഖൻസായിനെ നല്ല പരിഗണിക്കുകയും ഖൻസായിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുകയും തൻ്റെ സമൂഹത്തിനും തൻ്റെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളൊക്കെ നല്ലോണം സഹായിക്കുകയും അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും അവരുടെ അവകാശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്നത് വിഷയത്തിൽ വളരെ താല്പര്യം കാണിച്ച കവി ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ സഹ്ർ മരിച്ചതിന് ശേഷം പിന്നെ ഖൻസാഹ് തന്റെ മുഴുവൻ സമയവും അനുശോച കവിത എഴുതുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഖൻസാഹ് അറബി സാഹിത്യത്തിൽ ഷാഇറത്തുർ റസാ എന്നാണ്, അനുശോചന കാവ്യത്തിന്റെ പ്രതീകം ആയിട്ടാണ് എന്താവുന്നത്, അവതരിക്കപ്പെടുന്നത്. ഷാഇറത്തുർ റസാ ആണ് ഖൻസാഹ്. ഏറ്റവും കൂടുതൽ അറബി സാഹിത്യത്തിൽ റസാ പറഞ്ഞിട്ടുണ്ടാവുക ഖൻസാ ആയിരിക്കും. റസാ എന്ന ലഫ്സ് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സ് പോവേണ്ടത് ഖൻസായിലേക്കാണ്. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചു. അസ്ലമത് ഫി സമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാല് മക്കളും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലെ ഖാദിസിയ യുദ്ധത്തിലെ 4 മക്കളും വധിക്കപ്പെട്ടു. ആ വധത്തെ ക്ഷമയോടുകൂടെ സ്വീകരിച്ചു. അപ്പൊ ഖൻസാഹ് പറഞ്ഞത് അൽഹംദുലില്ലാഹില്ലദി ശറഫനി ബി ഖത്ലിഹിം, അവര് വധിക്കപ്പെടൽ കൊണ്ട് എന്നെ ആദരിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നാണ് പറഞ്ഞത്. ഇസ്ലാം സ്വീകരിച്ചതിന്റെ ശേഷം ഖൻസാഹ് പറയുന്ന ഒരു പദമുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഞാന് സഹ്ർ മരിച്ചതിന്റെ ശേഷം കുൻതു അബ്കി ലഹു മിനസ് സഅലി, സഹ്റിന്റെ പകെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇതുവരെ കരഞ്ഞിരുന്നത്. വലിയൗമ അന അബ്കി ലഹു മിനന്നാർ, സഹ്ർ നരകത്തിൽ കടക്കുമെന്ന് പേടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കരയുന്നത്. ആ കൊട്ടേഷൻ മറക്കരുത്. കുൻതു അബ്കി ലഹു മിനസ് സഅലി, ഇതുവരെ ഞാൻ കരഞ്ഞിരുന്നത് അത് പ്രതികാരമെടുക്കാൻ വേണ്ടി കൊണ്ടാണ്. വലിയൗമാന അബ്കി ലഹു മിനന്നാർ, സഹർ ആഖിറത്തിൽ നരകത്ത് കടക്കും എന്ന് പേടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കരയുന്നത്. ഇതാണ് ആ കൊട്ടേഷൻ. ഖൻസാഇന്റെ പ്രസിദ്ധമായ ചില വരികൾ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം. അഅയ്നയ്യ ജൂദ വലാ തജ്മുദ അലാ തബ്കിയാനി ലിസഖ്റിൻ നദാ, അഅയ്നയ്യ ജൂദ വലാ തജ്മുദ അലാ തബ്കിയാനി ലിസഖ്റിൻ നദാ. അതുപോലെ തന്നെ തൊവീലുൻ നിജാദി റഫീഉൽ ഇമാദി സാദ അശീറതഹു അംറദ. ഇനി മുഖദ്റമീങ്ങളിൽ അവസാനത്തെ കവി ഹുതൈഅയാണ്. ഹുതൈഅ ഷാഇറുൽ ഹിജ ആണ്. ആക്ഷേപ
കവിത കൊണ്ട് മഷഹൂറായ ആളാണ് ഹുതൈഅ. ഹുതൈഅയുടെ നാവിന്റെ ഷർറ് പേടിച്ചുകൊണ്ട് ഹുതൈഅയെ പറ്റി പരാതികൾ ആളുകൾ പറഞ്ഞ് ക്ഷമ കെട്ട് ഉമർ റളിയല്ലാഹു അൻഹു പൈസ കൊടുത്ത് നാവ് വാങ്ങി എന്ന് പറയപ്പെടുന്ന കവിയാണ്. പൈസ കൊടുത്ത് നാവ് വാങ്ങി പറഞ്ഞാൽ അനക്ക് ഇത്ര പൈസരാ, ഇനി ആരെയും ഹിജാബ് പറയരുത് എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു വിട്ട കവിന്റെ പേരാണ് ഹുതൈഅ. ഹുതൈഅയുടെ മുഴുവൻ പേര് ജർവലുബിനു ഔസ് എന്നാണ്. ജീവിതത്തിൽ ചെറുപ്പത്തിൽ തൻ്റെ കുടുംബത്തിൽ നിന്നോ തൻ്റെ ഗോത്രത്തിൽ നിന്നോ തൻ്റെ വീട്ടിൽ നിന്നോ ഒന്നും ഒരു പരിഗണന ലഭിക്കാതെ ജീവിച്ച കവിയാണ് ഹുതൈഅ. കാന ഷായിറൻ മുത്തക്കസ്സിബായ കവിയായിരുന്നു. എന്താ മുത്തക്കസ്സിബായ കവി എന്ന് പറഞ്ഞാല് കവിത കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. സംഗതി ആക്ഷേപ കവിതയും മറ്റ് ഒക്കെ ഫാസിക്കാണെങ്കിൽ പോലും കവിതയിൽ അദ്ദേഹം സുഹൈറുബിനു അബി സുൽമയുടെ ശിഷ്യനാണ്. ഒരു സംഭവമായിരുന്നു കവിതയിൽ. സുഹൈറുബിനു അബി സുൽമയുടെ ശിഷ്യനാണ് അദ്ദേഹം. റസൂലുള്ളാഹിന്റെ അവസാന കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മുർത്തദ്ദായി. പിന്നെ ഇസ്ലാമിലേക്ക് മടങ്ങുകയും ചെയ്ത കവി ആരാണ് എന്ന ചോദ്യത്തിലേക്ക് ഹുതൈഅ ആണ് മറുപടി. ഇങ്ങനെ ഹുതൈഅയെ പറ്റി പറയപ്പെടുന്നുണ്ട്. അതായത് റസൂലുള്ളാഹിന്റെ അവസാന കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചു, അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മുർത്തദ്ദായി, പിന്നെ ഇസ്ലാമിലേക്ക് മടങ്ങുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്യോഗസ്ഥനായ സബർഖാൻ എന്ന വ്യക്തിയെ ഹിജാബ് ചെയ്തു. അപ്പോൾ സബർഖാൻ അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അറസ്റ്റ് ചെയ്തു, പിന്നെ വിടുകയും ചെയ്തു. ഹുതൈഅ മരിച്ചത് ഹിജ്റ 59 മരിച്ചത്. Tell your people not to smoke from here and throw the cigarette from the balcony. Somebody, you or somebody else. And this balcony, somebody is putting water coming down to my office. Somebody go like that. I'm the one who saw it. At night, from this room? Yeah, from this room. Balcony. അടുത്തത് അഷ്വറാഉൽ ഉമവിയൂൻ. ഉമവി ഷൂറാക്കളാണ് നമ്മൾ പറഞ്ഞത്. നമ്മള് മുഹദ്റമീങ്ങളായ ഷൂറാക്കളെ കഴിഞ്ഞു. ഇനി ഉമവി പീരീഡിൽ ജീവിച്ച പ്രധാനപ്പെട്ട ഇന്നലെ ഞാൻ പറഞ്ഞ അൽ മുസല്ലസുൽ ഉമവി.
ഒന്നാമത് ഫറസ്ദക്കാണ്. ഹിജ്റ 20 ബസ്രയിലാണ് ജനിച്ചത്. ഈ മൂന്നാളുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ആധുനിക യുഗത്തിലെ ത്രിമൂർത്തികളായിട്ട് നമ്മള് ഹാഫിദ് ഇബ്രാഹിമും അഹമ്മദ് ഷൗക്കിയും ഖലീൽ മത്തറാനായിരുന്നു. അതിൽ ഖലീൽ മത്തറാൻ ക്രിസ്ത്യാനിയും ഹാഫിദ് ഇബ്രാഹിമും അഹമ്മദ് ഷൗക്കിയും മുസ്ലിമാണ്. അതുപോലെ ഉമവിയ കാലഘട്ടത്തിൽ ഫറസ്ദക്കും ജരീറും മുസ്ലിമാണ്. അഖ്തൽ ക്രിസ്ത്യാനിയാണ്. മുസല്ലസുൽ ഉമവി എന്നാണ് അറിയപ്പെടുന്നത്. ഫറസ്ദക്കിന്റെ മുഴുവൻ പേര് അബൂ ഫറാസ് ഹമ്മാമു ബിനു ഗാലിബ് എന്നാണ്. അബൂ ഫറാസ് ഹമ്മാമു ബിനു ഗാലിബ് എന്നാണ്. ചെറുപ്രായത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ളാക്കിയ കവി ആരാണ് എന്ന ചോദ്യം വന്നിട്ടുണ്ട്. അതിന്റെ മറുപടി ഫറസ്ദക്കാണ്. ഹഫിദൽ ഖുർആൻ വഹുവ സഗീർ. അതിനൊരു പശ്ചാത്തലവുമുണ്ട്. അലി റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഫറസ്ദക്കിനെ കൊണ്ടുവരപ്പെട്ടു. അപ്പോൾ ഫറസ്ദക്കിനെ പറ്റി ആളുകൾ പറഞ്ഞു, ഒരുപാട് കവിതകൾ ഹിഫ്ളാക്കിയ ആളാണ്. അപ്പോ അലി റളിയല്ലാഹു അൻഹു ഖുർആൻ ഹിഫ്ളാക്കാൻ വേണ്ടി കൊണ്ട് പ്രേരിപ്പിക്കുകയും അങ്ങനെ ഖുർആൻ ഹിഫ്ളാക്കുകയും ചെയ്ത ആളാണ്. ഫറസ്ദക്കിന്റെ പരീക്ഷക്കൊക്കെ വന്ന വിശ്വപ്രസിദ്ധമായ വളരെ അറബി സാഹിത്യത്തിൽ ഖ്യാതി നേടിയ ബൈത്താണ് ഹാദല്ലദി താരിഫുൽ ബച്ഹാഉ വച്അചഹു വൽ ബൈതു യാരിഫുഹു വൽ ഹില്ലു വൽ ഹറമു. ബൈത്തിന്റെ തുടക്കം ഹാദല്ലദി താരിഫുൽ ബച്ഹാഉ വച്അചഹു വൽ ബൈതു യാരിഫുഹു വൽ ഹില്ലു വൽ ഹറമു. ഇദ്ദേഹത്തെ പറ്റി ഈ ഭൂമിക്കും മരുഭൂമിക്കൊക്കെ അറിയാം. ലോകം ഒന്നായിട്ട് ഇദ്ദേഹം സുപരിചിതനാണ്. ഹില്ല് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കും മസ്ജിദുൽ ഹറാം അല്ലാത്ത മക്ക അല്ലാത്ത സ്ഥലങ്ങൾ, ഹറം ആ മക്കയുടെ ഭാഗങ്ങൾ. ഈ കസീദ ആരിലാണ് പാടിയത്? ഈ കസീദ ഫറസ്ദക്ക് പാടാനുള്ള കാരണം ചരിത്ര പശ്ചാത്തലമുണ്ട്. അത് രാജാവ് ഉംറ ചെയ്യുന്ന സമയത്ത് തവാഫ് ചെയ്യുന്ന മത്താഫിൽ നിന്ന് ആരും മാറിക്കൊടുക്കണമെന്നില്ല. ആൾക്കാർ തിരക്കൊക്കെ കൂട്ടി നിൽക്കാണ്. നേരെ മറിച്ച് അഹ്ലുബൈത്തിൽപ്പെട്ട ഇമാം സൈനുൽ ആബിദ് റളിയല്ലാഹു അൻഹു മത്താഫിക്ക് വന്ന സമയത്ത് എല്ലാവരും മാറിക്കൊടുത്തു. അവര് അഹ്ലുൽ ബൈത്തിൽപ്പെട്ട വലിയൊരു സയ്യിദും അതുപോലെ വലിയ ആലിമുമായിരുന്നു. അതിൽ രാജാവിനിക്ക് കോപമുണ്ടായി. സുലൈമാൻ ഹിഷാമാണ് രാജാവ്. ഉമവി ഭരണത്തിലെ ഹിഷാമാണ്. അങ്ങനെ പ്രകോപിതനായി അദ്ദേഹം ചോദിച്ചു, മൻ ഹാദ, ഇതാരാണ്? എനിക്ക് ആളുകൾ മാറി തരുന്നില്ല, ഇയാൾക്ക് ആളുകൾ മാറിക്കൊടുക്കുന്നുണ്ട്, ഇതാരാണ്? ആ സമയത്ത് ഫറസ്ദക്ക് പാടുന്ന ബൈത്താണ് ഹാദല്ലദി ചാരിഫുൽ ബച്ഹാഉ വച്അചഹു വൽ ബൈതു യഅരിഫുഹു വൽ ഹില്ലു വൽ ഹറമു എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെയും ഫറസ്ദക്കിന്റെയും അതുപോലെ ജരീറിന്റെയും ഇടയിൽ വെർബൽ വാർ ഉണ്ടായിരുന്നു. ഹർബുൻ ലിസാനിയ. ഏകദേശം 50 വർഷത്തോളം നീണ്ടുനിന്ന യുദ്ധമുണ്ടായിരുന്നു, വാക്യുദ്ധമുണ്ടായിരുന്നു. ഈ യുദ്ധത്തിന്റെ കാരണം ഇന്നലെ ഒരാൾ ഈ ചോദ്യം ചോദിച്ചിരുന്നു. അതിന്റെ മറുപടിയാണ്, ഈ യുദ്ധം ഉണ്ടാവാനുള്ള കാരണം ജരീറും അതുപോലെ തന്നെ ബഈസ് അൽ മജാഷിഇ എന്ന് പറഞ്ഞ കവിയും തമ്മിൽ പരസ്പരം തർക്കമുണ്ടാവുകയും ആക്ഷേപ കവിതകളും എഴുതി. മജാഷി കബീലയിലെ സ്ത്രീകളെ പറ്റി വളരെ മോശമായി കൊണ്ട് ജരീർ കവിത
രചിച്ച സമയത്ത് മജാഷി ഫറസ്ദക്കിനെ വിളിക്കുകയും എൻ്റെ കൂടെ നിന്ന് ജരീറിനെതിരെ കവിത എഴുതാൻ വേണ്ടിക്കൊണ്ട് ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത്. തന്റെ കവിതകളെ പറ്റിയിട്ട് എത്രയോ എക്സാമിൽ ചോദിക്കപ്പെട്ട ചോദ്യമാണ്. ഒരുപാട്. ഷാഇറുൻ ഷേറുഹു യുൻഹത്തു മിൻ സഖറിൻ, പർവ്വതത്തിൽ നിന്ന് കൊത്തിയെടുക്കപ്പെടുന്ന കവിതയാണ്. ഫറസ്ദക് യൻഹത്തു മിൻ സഖറിൻ, ജരീർ യഗ്രിഫു മിൻ ബഹരിൻ, സമുദ്രത്തിൽ നിന്നാണ് ജരീർ എടുക്കുന്നത്. ഫറസ്ദക് പാറയിൽ നിന്നാണ് കവിത എടുക്കുന്നത്. ഇങ്ങനെ ഷാഇറുൻ യൻഹത്തു മിൻ സഖറിൻ അതാരാണ്? ജരീർ യഗ്രിഫു മിൻ ബഹ്റിൻ. ഈ ചോദ്യം എക്സാമിന് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കൊട്ടേഷൻ പറഞ്ഞത് അഖ്തലാണ്. കാന ഷായിർ അൽ ഫഖർ, തന്റെ കബീലയെ സംബന്ധിച്ചും ഗോത്രത്തെ സംബന്ധിച്ചൊക്കെ ഫഖറുമായി ബന്ധപ്പെട്ട കവിതകളായിരുന്നു കൂടുതൽ രചിച്ചിരുന്നത്. കാന ഷായിർ ഫഖറിൻ. അടുത്തത് ജരീർ ആണ്. ജരീർ ഏത് കാലഘട്ടത്തിലാണ് ജനിച്ചത് എന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിലാണ് ജരീർ ജനിച്ചത്. അതിന്റെ മറുപടി അതാണ്. മുഴുവൻ നാമം ജരീറുബിനു അറ്റിയ എന്നാണ്. മുഴുവൻ നാമം ജരീറുബിനു അറ്റിയ എന്നാണ്. അദ്ദേഹത്തിന്റെ കുനിയത്തിനെ പറ്റി ചോദിക്കപ്പെട്ടിട്ടുണ്ട്. കുനിയത്ത് അബൂ ഹർസ എന്നാണ് കുനിയത്ത്. ഫറസ്ദക്ക് ബനു, രണ്ടാളുടെയും കബീല ബനു തമീമാണ് എന്ന് മുമ്പ് പറഞ്ഞു. പക്ഷെ ഫറസ്ദക്ക് കാന മിൻ ബൈത്തിൻ റഫീഇൻ, ഉയർന്ന കുടുംബത്തിൽ നിന്ന്, വലിയ ഉന്നതിയുള്ള കുടുംബത്തിൽ നിന്നായിരുന്നു ഫറസ്ദക്ക്. ലാക്കിന്ന ജരീറൻ കാന മിൻ ബൈത്തിൻ വദീഇൻ, താന്ന കുടുംബത്തിൽ നിന്നാണ്, കുലീനതയില്ലാത്ത കുടുംബത്തിൽ നിന്നാണ് ജരീർ വന്നത്. കാന മിൻ ബൈത്തിൻ വദീഇൻ. ജരീറിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഏകദേശം 80ഓളം കവികളുമായി കൊണ്ട് കവിതയിലൂടെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം. 80ഓളം കവികളെ ഹിജാസ് ആക്ഷേപ കവിത എഴുതിയിട്ടുണ്ട്. 80ഓളം കവികൾക്കെതിരെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് പരീക്ഷയ്ക്ക് വന്നതാണ്. അറബി സാഹിത്യ ചരിത്രം മോഡേൺ ഏജ് തുടങ്ങി പഴയ കാലം വരെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ആക്ഷേപ കവി ആരാണ്? യുഖാലു ഇന്നഹു അഹ്ജ ഷുഅറ ഇൽ അറബി. മറുപടി ജരീറാണ്. ഇദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട, ഇദ്ദേഹം പ്രണയിച്ച മെഹബൂബത്തിന്റെ പേര്
ഉമാമ എന്നാണ്. ഹബീബത്തുഹു ഉമാമ. ഉമവി ഖലീഫമാരെ, രാജാക്കന്മാരെ മദ്ഹ് പറഞ്ഞു. പ്രധാനമായിട്ടും അബ്ദുൽ മലിക് ബിൻ മർവാൻ. അതുപോലെ തന്നെ വലീദ് ബിൻ അബ്ദുൽ മലിക്. ഈ രണ്ട് ആളുകളുടെ അടുക്കൽ, പ്രത്യേകിച്ച് വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ അടുക്കൽ നല്ല സ്വീകാര്യത കിട്ടിയിരുന്നു ജരീറിന്. പക്ഷെ വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ ശേഷം പിന്നെ ഉമറുബിൻ അബ്ദുൽ അസീസ്, 5ാം ഖലീഫ എന്നറിയപ്പെടുന്ന ഉമറുബിൻ അബ്ദുൽ അസീസ് തങ്ങളെ ബൈഅത്ത് ചെയ്യപ്പെട്ട സമയത്ത് പരിഗണിച്ചില്ല. ജരീറിന് പരിഗണന ഒന്നും കിട്ടിയില്ല. അറബികളും അനറബികളും സമമാണ് എന്നുള്ള വാദത്തിലേക്ക് അദ്ദേഹം മൈലാനായിരുന്നു. അറബികളും മവാലികളും, അറബികളും അനറബികളും ഒക്കെ സമമാണ് എന്ന് ഇനി അഖ്തലാണ്. അഖ്തലിന്റെ പേര് ഗിയാസ് ബിൻ ഖൗസ് എന്നാണ് അഖ്തലിന്റെ പേര്. നമുക്ക് 10 യൂണിറ്റും കവർ ചെയ്യേണ്ട കാര്യം കൊണ്ട് നമ്മളെ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ, ഒരു വ്യക്തിയെ പറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി ഞാൻ ഗ്രൂപ്പിൽ, നമ്മുടെ നെറ്റ് എക്സാമിന് വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ വോയിസ് ആയി കുറച്ചും കൂടിയിട്ട് പറയാൻ വിട്ടുപോയ ചില സംഗതികളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ പറയും ഇൻഷാ അല്ലാഹ്. അഖ്തലിന്റെ മുഴുവൻ പേര്, കാരണം ഒരാളെ വിശാലമായി പറയുകയാണെങ്കിൽ ഒരു ദിവസം 4-5 ആളുകളൊക്കെ നമുക്ക് കവർ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയാണെന്ന സമയത്ത് നമ്മൾ 10 ദിവസം ഏറി വന്ന 2-3 യൂണിറ്റ് ഒക്കെ നമുക്ക് തീർക്കാൻ കഴിയുള്ളൂ. 10 യൂണിറ്റും പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ ബലാഗ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഇതിലുള്ളത് കൊണ്ട് തന്നെ കുറച്ചു ടൈം എടുക്കും. അപ്പോ നമുക്ക് ഒരാളെ പറ്റി തോനെ പറയാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് കുറച്ചൊന്ന് സ്പീഡിൽ വിടുന്നത്. അഖ്തലിന്റെ മുഴുവൻ പേര് ഗിയാസ് ബിൻ ഖൗസ് എന്നാണ്. ജനിച്ചത് ഹീറയിലാണ്. ചെറുപ്പത്തിൽ തന്നെ ഉമ്മ നഷ്ടപ്പെട്ടു. അപ്പോ കല്യാണം കഴിച്ച പിതാവിന്റെ 2ാമത്തെ ഭാര്യ വളരെ മോശമായ രൂപത്തിലായിരുന്നു അഖ്തലിനോട് പെരുമാറിയത്. അപ്പൊ അഖ്തല് അവൾക്കെതിരെ ആക്ഷേപ കവിത എഴുതി. ആ സമയത്ത് പിതാവിന്റെ 2ാം ഭാര്യ അഖ്തലിനെ ദൗബൽ എന്ന് വിളിച്ചു. ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ദൗബൽ എന്ന് വിളിക്കപ്പെട്ട കവി ആരാണ് എന്നല്ല ചോദിച്ചത്, ദൗബൽ എന്ന പേരിന്റെ അർത്ഥം എന്താണ് എന്നതാണ്. അതിന്റെ അർത്ഥം അൽ ഹിമാറു സഗീർ, ചെറിയ കഴുത എന്നാണ് ആ ലഫ്ദിന്റെ അർത്ഥം. പിന്നെ അഖ്തലിനെ പറ്റി ചോദിക്കപ്പെട്ട ചോദ്യമാണ്, അൻസാരികളായ സ്വഹാബികളെ അൻസാറുകളെ, മദീനയിലെ അൻസാറുകളെക്കെതിരെ ആക്ഷേപ കവിത രചിച്ച കവി ആരാണ്? അതിന്റെ ഉത്തരം അഖ്തലാണ്. ذهبت قريش بالمكارم والعلا
ഉന്നതമായ കാര്യങ്ങളെ കൊണ്ടൊക്കെ ഖുറൈശ് ഗോത്രം പോയിട്ടുണ്ട്, അതൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്, അൻസാരികൾക്ക് അതൊന്നും ലഭിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഖസീദയുണ്ട് അഖ്തലിന്. അഖ്തൽ ഷാഇറുൽ ബലാത്ത് ആയിരുന്നു, കൊട്ടാര കവിയായിരുന്നു. യസീദിന്റെ കൊട്ടാര കവിയായിരുന്നു അഖ്തൽ. കാന ഷാഇറൽ ബലാത്ത്. പക്ഷെ അഖ്തല് കാന ഷാഇറൻ യഷ്റബുൽ ഖംറ കസീറൻ, ധാരാളമായി കള്ള് കുടിക്കുന്ന കവിയായിരുന്നു. കള്ളിന്റെ അസറുകളൊക്കെ എപ്പോഴും അഖ്തലിന്റെ താടിയിൽ കാണപ്പെടാറുണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അബ്ദുൽ മലിക് ബിൻ മർവാൻ അഖ്തലിനെ സംബന്ധിച്ച് യസീദ്, ഞാൻ നേരത്തെ പറഞ്ഞ യസീദ്, അതുപോലെ അബ്ദുൽ മലിക് ബിൻ മർവാൻ അഖ്തലിനെ ഷാഇറു ബനി ഉമയ്യ, ഷാഇറു അമീരിൽ മുഅ്മിനീൻ, ഷാഇറുൽ ഖലീഫ, പിന്നെ ചോദ്യമുണ്ട് വലീദ് ബിൻ അബ്ദുൽ മലിക്, വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ ആദ്യ കാലഘട്ടത്തിൽ മരിച്ച കവി ആരാണ്? മറുപടി അഖ്തലാണ്. ഇനി ഉമവി പീരീഡിൽ തന്നെ ഉള്ള മറ്റൊരു കവിയാണ് ജമീൽ ബുസൈന എന്ന പേരിൽ അറിയപ്പെടുന്ന ജമീൽ ബിൻ മുഅമ്മർ. ഇദ്ദേഹത്തിന്റെ ഫുൾ പേര് ജമീൽ ബിൻ അബ്ദില്ല എന്നാണ്. ജമീൽ ബിൻ അബ്ദില്ല. ജനിച്ചത് ഹിജാസിലെ വാദി ഖുറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇംറുൽ ഖൈസിന്റെ പോലെ തന്നെ എളാപ്പയുടെ മകളായ ബുസൈനയോട് അമിതമായ പ്രേമമുണ്ടാവുകയും ബുസൈനയെ സ്നേഹിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ജമീൽ ബുസൈന എന്ന പേര് വന്നത്. പക്ഷെ ഒരുപാട് സ്നേഹിച്ചിട്ടും തന്റെ എളാപ്പ മകളെ ബുസൈനയെ ജമീലിന് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നെയും തയ്യാറായില്ല എന്ന് മാത്രമല്ല, വേറെ ആളുകളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അപ്പോ അതില് വിഷാദ രോഗം പിടിപെട്ട് ഒരുപാട് കസീദകൾ രചിച്ചു. അപ്പൊ ബുസൈനയുടെ ഗോത്രം മർവാൻ, അന്നത്തെ അവിടെയുള്ള വാലിയായിരുന്ന മർവാനോട് ബുസൈനയിൽ രചിക്കുന്ന ഈ കവിതകളെ പറ്റിയിട്ടൊക്കെ പരാതി പറഞ്ഞു. അപ്പൊ മർവാൻ നാടുകടത്തി. അങ്ങനെ പല നാടുകളിലേക്കും പോയി, യമനിൽ പോയി, ഷാമിൽ പോയി, അവസാനം മിസ്രിൽ വെച്ചുകൊണ്ടാണ് മരിക്കുന്നത്. അത് പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട്, എവിടെയാണ് മരിച്ചത് എന്നുള്ള ചോദ്യം. ഹിജാസിൽ നിന്ന് യമനിലേക്കും, യമനിൽ നിന്ന് ഷാമിലേക്കും, ഷാമിൽ നിന്ന് മിസ്രിലേക്കും. പിന്നെ പഴയ സിലബസിൽ നമ്മളെ ഖൈസ് ബിൻ മുലവ്വഹ്, അതുപോലെ ഖൈസ് ബിൻ ദുറൈ, ലൈല ഖൈസ് ഉണ്ടല്ലോ, ആ ഖൈസുമാരെ സംബന്ധിച്ചൊക്കെ കഴിഞ്ഞ സിലബസ് ഉണ്ടായിരുന്നു. പുതിയ സിലബസിൽ അതൊന്നും ഇല്ല. അബ്ബാസി കൂടി എടുക്കാൻ സമയമുണ്ടോ ഷാഫി സാറെ? അല്ലെങ്കിൽ അബ്ബാസി കൂടി ആണെങ്കിൽ മൊത്തം കവികളെ കഴിയുമായിരുന്നു.
ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ടേ ഇനി നമ്മള് ലാസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. പലർക്കും വീട്ടിൽ പോകുന്നവരുണ്ട്. ഓക്കെ ഓക്കെ. നാളെ നമ്മൾ മതിയോ? വേണമെങ്കിൽ ക്ലാസ് കുറച്ച് നേരത്തെ തുടങ്ങണം. നേരത്തെ തുടങ്ങി സാറോട് സംസാരിക്കണം. കാരണം ടൈം ടേബിളിൽ അനുസരിച്ചാണ് ചെയ്യുന്നത്. ടൈം ടേബിൾ ഇട്ടുകൊണ്ട് 2:30 മുതലാണ്. ഓക്കെ, ഒന്നുകൂടി സ്പീഡിൽ എടുക്കില്ല എന്നാല് സ്പീഡിന് കൂട്ടി അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എല്ലാ നിലക്കും പണിയാണ്. ഓക്കെ, അല്ലെ ഞാൻ പിന്നെ കുഴപ്പമില്ല. എന്നാലും എന്ത് ചെയ്യാം, മറ്റൊക്കെ തീർക്കാൻ പറ്റാതൊക്കെ വാട്സപ്പിൽ വോയിസ് ഇടല്ലേ? കുറച്ച് ബന്ധപ്പെട്ട കാര്യങ്ങൾ വാട്സപ്പിൽ ഇട്ടോളൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ചിലപ്പം പലരും ക്ഷീണിച്ച് കാണുന്നു. പിന്നെ സീരിയസ് ആയ ഡിസ്കഷൻ ആയതുകൊണ്ടേ ഇടയ്ക്കൊരു ഹബീബത്തൊക്കെ പിടിച്ചു നിൽക്കുന്നത്. ഈ കവികൾക്കൊന്നും കാമുകിമാരും കൂടി ഇല്ലെങ്കിലേ കഷ്ടാവും. പോയിന്റ് ഒക്കെ നോക്കിയാണ്. അപ്പൊ നമുക്ക് നാളെ തുടരല്ലേ? നാളെ ആക്കാം. അപ്പോ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഡിപ്പാർട്ട്മെന്റ് പേരില്. ശുക്രൻ ലിൽ ജമീഅ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.